ഇനി വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടം, അതിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവന്യ തോമസിന്റെയും മൃതദേഹങ്ങൾ ഇന്നലെയാണ് കൊട്ടാരക്കരയിൽ എത്തിച്ചത്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിച്ചത്. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? കുടുംബം എന്താണ് അറിയിക്കുന്നത്? ഇപ്പോൾ മൃതദേഹമുള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. ഇന്ന് 10 മണിയോടുകൂടി ആ ഭൗതിക ശരീരങ്ങൾ അവിടെ നിന്നെടുത്ത് പൊതുദർശനത്തിനായി എത്തിക്കും. അതിനുശേഷം 3:30 സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. അതീവ ദുഃഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ഈ പ്രദേശമാകെ കടന്നു പോകുന്നത്. കാര്യം AC തോമസ് ഈ നാടിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. വ്യവസായി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ വിൽപ്പന മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായിരുന്നു. എങ്കിൽ പോലും ആൾക്കാരുമായി, സാധാരണക്കാരുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 300-ലധികം ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം വലിയ രീതിയിൽ ഞെട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ പത്നിയെയും അവസാനമായി നോക്കി കാണാൻ വേണ്ടി ഈ പൊതുദർശന വേദിയിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ കുറേ ആൾക്കാരും ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഭൗതിക ശരീരങ്ങൾ മോർച്ചറിയിൽ നിന്ന് നേരെ പൊതുദർശനം നടക്കുന്ന ഹാളിലേക്ക് എത്തും. അതിനുശേഷം 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്നലെയാണ് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മെനഞ്ഞാന്ന് പുലർച്ചെ ഏതാണ്ട് 12 മണിയോടുകൂടി മൃതദേഹം മുംബൈയിൽ എത്തിച്ചു. അതിനുശേഷം ഇന്നലെ രാവിലെ 8:50 തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. ആ സമയത്ത് മന്ത്രി PC വിഷ്ണുനാഥ്, MP കൊടിക്കുന്നിൽ സുരേഷ്, മുൻ മന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള ആൾക്കാർ ചേർന്ന ഭൗതിക ശരീരങ്ങൾ ഏറ്റുവാങ്ങി നേരെ കൊട്ടാരക്കര മോർച്ചറിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് പൊതുദർശനത്തിനായി എത്തിക്കുക. അതിനുശേഷം 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കും. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.